കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രതീക്ഷ BJP വച്ച് പുലർത്തുന്ന ഒരു ജില്ല തിരുവനന്തപുരമാണ്. അതായത് 3, 4, 5 സീറ്റുകൾ ഉറപ്പായും കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്ന ഒരിടം. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു മണ്ഡലമാണ് തിരുവനന്തപുരം സെൻട്രൽ. അവിടെ കരമന ജയൻ, അതായത് തിരുവനന്തപുരവുമായി ഏറ്റവും ചേർന്ന് നിൽക്കുന്ന ഒരാൾ, ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പതിവുകാരൻ, അങ്ങനെ ഒരു സ്ഥാനാർത്ഥിയാണ് കരമന ജയൻ അല്ലേ? അപ്പോൾ കരമന ജയൻ നമുക്കൊപ്പം ചേരുകയാണ്. അവിടെ വിനീഷ് ഉണ്ടല്ലേ? വിനീഷ്, എന്താണ് സ്ഥാനാർത്ഥിയുടെ ആത്മവിശ്വാസത്തെക്കുറിച്ച് പറയാനുള്ളത്? കൃഷ്ണരാജ് പറഞ്ഞതുപോലെ തന്നെ എല്ലാവരും തിരുവനന്തപുരത്തെ ജനങ്ങൾ വിളിക്കുന്നത് കരമന ജയൻ എന്ന പേരിലുപരി ജയൻ ചേട്ട എന്നാണ് അഭിസംബോധന ചെയ്യുക. സാധാരണക്കാരുടെയിൽ ഏറ്റവും സജീവമായ സാന്നിധ്യം, എല്ലാ മേഖലകളിലും തൻ്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരു പ്രതിഭ എന്ന് തന്നെയാണ് നമുക്ക് വിലയിരുത്താൻ സാധിക്കുക. കാരണം സാധാരണക്കാർ നെഞ്ചിൽ കൈവച്ച് എപ്പോഴും പറയും നമ്മുടെ ജയൻ ചേട്ടൻ ഇവിടെ തിരുവനന്തപുരത്തേക്ക് എത്തട്ടെ എന്ന് പലപ്പോഴും ആവശ്യപ്പെടാറുണ്ട്. അത്തരത്തിൽ ആവശ്യപ്പെട്ടെത്തിയ ഒരു സ്ഥാനാർത്ഥി തന്നെയാണ് തിരുവനന്തപുരത്തിൻ്റെ സ്വന്തം ജയനായിട്ടുള്ള കരമന ജയൻ. വലിയ ആവേശത്തിലാണ്, തെരഞ്ഞെടുപ്പ് വലിയ ചൂടിലേക്കൊക്കെ കടക്കുന്നു. എന്താണ് ഒരു സാഹചര്യം നിലവിൽ? തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. വലിയ ആവേശമാണ് BJPക്ക് തിരുവനന്തപുരം നഗരത്തിൽ മുഴുവൻ. തിരുവനന്തപുരം നിയോജക മണ്ഡലം മാത്രമല്ല, നേമം, വട്ടിയൂർക്കാവ്, കഴക്കൂട്ടം, ഈ 4 മണ്ഡലങ്ങളിലും സിറ്റിയിലെ നമ്മുടെ നഗരത്തിൻ്റെ ഭരണം പിടിച്ചതിൻ്റെ ആവേശം അത് ജനങ്ങളിലുണ്ട്, അത് പ്രവർത്തകരിലുണ്ട്. എല്ലാം കൊണ്ടും അനുകൂലമായ ഒരു സാഹചര്യമാണ്. ഇന്ന് പ്രധാനമന്ത്രി വരുന്നതോടുകൂടി ജനങ്ങളിൽ വലിയ ഒരു തരംഗം തന്നെ സൃഷ്ടിക്കുമെന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് വലിയ ഉറപ്പുണ്ട്. അല്ല, പ്രധാനമന്ത്രിയുടെ സന്ദർശനം നമ്മൾ നേരത്തെ ചർച്ച ചെയ്തു. വലിയ തരംഗം, വലിയ ആവേശം തന്നെയാണ് ജനങ്ങൾക്കിടയിൽ. നിലവിൽ മണ്ഡലത്തിലാണ് കൂടുതൽ സഞ്ചാരം ചെയ്യുന്നത്, റോഡ് ഷോയുടെ ഭാഗമാകുന്നത്. അത് വലിയ പോസിറ്റീവായി വലിയ വിജയത്തിലേക്കൊക്കെ എത്തിക്കുമല്ലേ? തീർച്ചയായും യാദൃച്ഛികമാണെങ്കിൽ കിള്ളിപ്പാലം മുതൽ കരമന ജംഗ്ഷൻ വരെ എന്ന് പറയുമ്പോൾ അതിൻ്റെ 3/4 ഭാഗവും തിരുവനന്തപുരം സെൻട്രലാണ്. ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് പോലും ഞാൻ ജനിച്ച വളർന്ന മണ്ണിലാണ് നിൽക്കുന്നത്. ഞാൻ പഠിച്ചത് തൊട്ടടുത്ത കിള്ളിപ്പാലം സ്കൂളിലാണ്. പിന്നെ 5 മുതലാണ് 10 വരെ കരമന സ്കൂളിൽ പഠിച്ചത്. അപ്പോൾ എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ഒരു പുണ്യമായിട്ടുള്ള ഒരു ദിവസമാണ് ഇന്ന്. പ്രത്യേകിച്ചും കരമനക്കാരുടെയും തിരുവനന്തപുരം സെൻട്രലിൻ്റെയും നേമം നിയോജക മണ്ഡലത്തിൻ്റെയും പ്രവർത്തകരുടെയും ജനങ്ങളുടെ ഏറ്റവും വലിയൊരു പുണ്യ ദിവസമാണ് ഇന്ന്. നമ്മുടെ പ്രധാനമന്ത്രിയുടെ സാന്നിധ്യം അത് മാത്രമല്ല, പൊതുവേ തിരുവനന്തപുരത്ത് വളരെ വളരെ ഉയർന്നു വരികയാണ്. മറ്റ് രാഷ്ട്രീയ പാർട്ടികളിൽ പോലും ഉള്ള ജനങ്ങൾ, അനുഭാവികൾ വരെ BJP ജയിക്കണം, BJP ജയിക്കണം, BJP ജയിക്കണം, ഈ ഒരു മന്ത്രം വായിക്കഴിഞ്ഞു. പ്രത്യേകിച്ചും ഈ പണ്ടൊക്കെ BJPക്ക് ന്യൂനപക്ഷങ്ങളുടെ ഇടയിലുള്ള ഒരു വിരുദ്ധത സ്വഭാവം ഉണ്ടായിരുന്നു. ആ സ്വഭാവമൊക്കെ മാറി BJP ജയിച്ചാൽ എന്താ കുഴപ്പം? BJP വികസനം ചെയ്യുന്ന ഒരു പാർട്ടിയാണ്. നരേന്ദ്രമോദിജിയുടെ പാർട്ടി, പ്രധാനമന്ത്രി നാടിന് വേണ്ടി വികസനം ചെയ്യുന്നു. അത് ഏതായാലും ജനങ്ങൾ ആഗ്രഹിക്കുന്നു. ജനങ്ങൾ തീർച്ചയായിട്ടും BJPയെ സ്വീകരിക്കും. കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുള്ള വൻപിച്ച വിജയം അത് ആവർത്തിക്കുക തന്നെ ചെയ്യും എന്നുള്ള പ്രതീക്ഷയാണ്. എല്ലാവിധ അഭിനന്ദനങ്ങളും പറയുകയാണ്. എന്തായിരുന്നാലും നിലവിലെ സാഹചര്യത്തിൽ സ്ഥാനാർത്ഥിയാണ് ഇന്ന് തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾക്ക് നടുവിലാണ്. അതുകൊണ്ട് തന്നെയായിരിക്കണം ഒരുപക്ഷെ ചില സാങ്കേതിക തകരാർ ആ ലൈവിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഈ കരമന ജയൻ ഒരു ഒന്നാന്തരം സംഘാടകനാണെന്ന് എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതായത് പാർട്ടിയെ സംഘടിപ്പിക്കുക, എല്ലാവരെയും ഒരുമിപ്പിച്ച് നിർത്തുക, അതൊരു ചെറിയ പണിയല്ല. ഏതൊരു രാഷ്ട്രീയ പാർട്ടിയിലും സംഘടിപ്പിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ചുമതലയാണ്. അതുകൊണ്ടാണല്ലോ അദ്ദേഹം ഇവിടുത്തെ SC ജില്ലാ അധ്യക്ഷനായി മാറുന്നതും. പാർട്ടിയുടെ ചുമതല, ഒപ്പം ജനങ്ങളെ സേവിക്കാനുള്ള ചുമതല. ഈ പത്മനാഭസ്വാമി ക്ഷേത്രം എന്ന് കേട്ടാൽ ആദ്യം അനന്തപത്മനാഭൻ്റെ മുഖം ഓർമ്മ വരും. പിന്നീട് വരുന്നൊരു മുഖം ഇതാണ്. കാരണം അവിടെ പതിവായി നിന്ന് അവിടുത്തെ കാര്യങ്ങളൊക്കെ ഏകോപിപ്പിക്കുന്ന, അവിടുത്തെ ചടങ്ങുകളിലൊക്കെ മുൻനിരയിൽ നിൽക്കുന്ന ഒരാളാണ് കരമന ജയൻ. അപ്പോൾ കരമന ജയൻ വലിയ വിജയപ്രതീക്ഷയിലാണ്. അനന്തപത്മനാഭൻ്റെ മണ്ണിൽ അവിടെയാണ് മത്സരിക്കുന്നത്. അപ്പോൾ അത് ഒരു വലിയ മുന്നേറ്റത്തിൻ്റെ സൂചനയായി തന്നെ നമ്മൾ കാണേണ്ടി വരും. ഒപ്പം ചേരുകയായിരുന്നു ബിനീഷ്.